ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ഒരുക്കത്തിൻ്റെ 8 നോമ്പ് ആരംഭത്തിൻ്റെ മംഗളങ്ങൾ. ഇന്ന് 1-ാം ദിവസം നമുക്ക് അമ്മയെക്കുറിച്ച് അല്പം ധ്യാനിക്കാം. നമുക്കറിയാം, തിരുസഭ സകല വിശുദ്ധരുടെയും മരണത്തിരുന്നാളാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ 3 പേരുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ അമ്മയുടെ, സ്നാപക യോഹന്നാൻ്റെ. രക്ഷകനായ യേശുവിന് ജന്മം നൽകിക്കൊണ്ട് ആ രക്ഷാകര കർമ്മത്തിന് മുന്നോടിയായവളാണ് പരിശുദ്ധ മറിയം. സ്നാപക യോഹന്നാൻ ആ രക്ഷകന് മുന്നേ വന്ന് ആ പിറവിക്ക് വഴിയൊരുക്കുക വഴി രക്ഷാകര പദ്ധതിയുടെ ഭാഗവാക്കായി. പാപമില്ലാതെ കളങ്കമില്ലാതെ ഭൂമിയിൽ കടന്നുപോയ വ്യക്തിത്വമാണ് മറിയത്തിൻ്റേത്. മറിയം ജനിച്ചതും മരിച്ചതും വിശുദ്ധിയിലാണ് എന്ന് പറയാം. എന്നാൽ മറ്റു വിശുദ്ധർ ജനിച്ചത് വിശുദ്ധരായല്ല, മരിച്ചത് വിശുദ്ധരായാണ്. മാതാവിൻ്റെ ജനനത്തെയോ ചരിത്രത്തെയോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് മക്കളില്ലാതിരുന്ന അന്ന യോവാക്കീം ദമ്പതികൾക്ക് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കഠിന തപസ്സിൻ്റെയും ഫലമായി ദൈവം നൽകിയ കുഞ്ഞാണ് മറിയം. അവിടെ ഇങ്ങനെ പറയുന്നു: മക്കളില്ലാതിരുന്ന തങ്ങളുടെ സ്വത്തുക്കൾ അഗതികൾക്കും ദേവാലയത്തിനുമായി സമർപ്പിച്ചപ്പോൾ മക്കളില്ലാത്തത് ശാപമായി പരിഗണിച്ച് ദേവാലയ അധികൃതർ അത് നിരസിച്ചു. സങ്കടം സഹിക്കവയ്യാതെ ദൈവദർശനം ലഭിക്കുന്നതുവരെ ജലപാനം പോലും നടത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് കുടിൽ കെട്ടി അതിൽ നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞ യോവാഖ്യാമിന് 40-ാം ദിവസം ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അത്രേ, നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. ഭർത്താവിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന അന്നയ്ക്കും ആ സമയം മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞ് ജനിക്കുമെന്ന് അറിയിച്ചതായി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ലഭിച്ച കുഞ്ഞിനെ അവർ ദേവാലയത്തിൽ ദൈവശുശ്രൂഷയ്ക്കായി 3 വയസ്സ് മുതൽ വിട്ടുകൊടുത്തു. അതുവഴി രക്ഷകന് ജന്മം നൽകാനുള്ള പരിപൂർണതയ്ക്ക് മറിയത്തിൽ ദൈവം നേരത്തെ തന്നെ വഴിയൊരുക്കി. മറിയം പാപമില്ലാതെ കളങ്കമില്ലാതെ ഭൂമിയിൽ കടന്നുപോയ വ്യക്തിയാണ്. സ്വർഗം ഇറങ്ങി വന്ന് രക്ഷകന് ജന്മം നൽകാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം മൂളിയവളാണ് അമ്മ. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്: നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ ഭാഗവാക്കാകേണ്ട നമ്മൾ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ യെസ് മൂളാൻ തയ്യാറാണോ? ഹൃദയം പിളർക്കുന്ന വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിന് പിന്നിലും ഒരു ദൈവീക രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മറിയത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ എന്നും നമ്മെ സഹായിക്കാനും വഴി നടത്താനുമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയ ദാനമാണ് പരിശുദ്ധ മറിയം. ഈ ലോകത്തിൽ മാത്രമല്ല, പരലോകത്തിലും. ഓ മറിയമേ, ഞാൻ നിന്നേക്കാളും ഭാഗ്യവതിയാണ്. കാരണം എനിക്ക് സ്വർഗത്തിൽ സഹായത്തിന് അങ്ങുണ്ടല്ലോ. നിനക്ക് അങ്ങനെ ഒരമ്മ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. എലിസബത്തിൻ്റെ സന്ദർശന വേളയിലെ അമ്മയെപ്പോലെ മനുഷ്യസ്നേഹമുള്ള സ്ത്രീകളായി, അമ്മമാരായി നമുക്ക് മാറാം. മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ മനുഷ്യൻ വെറുക്കുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, മനസ്സിൽ ദൈവം ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി നോയമ്പിൻ്റെ മംഗളങ്ങൾ നേർന്ന് നിർത്തുന്നു. ആമേൻ.